അപ്പോൾ നമ്മുടെ കുഞ്ഞാവയ്ക്ക് കഫക്കെട്ട് കൂടിയിട്ട് നമ്മളെ എമർജൻസിയിൽ കൊണ്ടുവന്ന് ഞായറാഴ്ച അഡ്മിറ്റ് ആയത് കേട്ടോ. ഇത് ഏകദേശം 2 ദിവസം കഴിഞ്ഞിട്ടുള്ള റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ആൾക്കിപ്പോൾ ഇഞ്ചക്ഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉറങ്ങുമ്പോഴൊക്കെ ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇഞ്ചക്ഷൻ ഒരു മെഷീൻ വെച്ചിട്ടാണ് കേട്ടോ അവന് ആൻറ്റിബയോട്ടിക്കിൻ്റെ ഇഞ്ചക്ഷൻ പോകുന്നത്. അതിൻ്റെയാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ സെമി പ്രൈവറ്റ് റൂമാണ് എടുത്തത്. 2 പേരുണ്ടാവും ആ റൂമിൽ. അങ്ങനെയാണ്. അപ്പോൾ 2 കുഞ്ഞാവകളാണ് കേട്ടോ കിടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ആളുടെ കയ്യിലുള്ള ക്യാനലൊക്കെ വലിച്ചെറിഞ്ഞ് കഴിഞ്ഞിട്ട് വളരെ കൃതാർത്ഥനായിട്ട് നടന്നു പോകുന്ന സീനാണ് ഈ കാണുന്നത് കേട്ടോ. റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ആൾക്ക് വളരെ ഈസി ആയിട്ട് ആ ക്യാനലൊക്കെ വലിച്ചൂരിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ കയ്യിലുള്ള ബാൻഡ് ഊരാനായിട്ടുള്ള ശ്രമമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ആൾ എങ്ങനെയെങ്കിലും അത് ഊരിക്കളയണമെന്ന് വിചാരിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായിട്ടോ. അതൊരു കെട്ടിയപ്പോൾ മുതൽ എന്നെ ഭയങ്കര വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ആൾ ചേച്ചിമാരെയൊക്കെ നോക്കിയിരിക്കുക. അതായത് അപ്പം വരുമെന്ന് പറഞ്ഞതുകൊണ്ട് അപ്പം വരണതും വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ. ലിഫ്റ്റിൻ്റെ സൈഡിൽ വന്ന് ഞങ്ങൾ കുറേ നേരമായി വെയിറ്റ് ചെയ്തു. അപ്പോൾ ഓരോരുത്തർ വരുമ്പോഴൊക്കെ അവരെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കാരണം ആരായിരിക്കും. പിന്നെ ലിഫ്റ്റ് ഓപ്പൺ ചെയ്യുമ്പം അതിലേക്ക് കയറി പോകാൻ വേണ്ടിയിട്ട് കുറേ നേരം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും വരുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. നമ്മുടെ അപ്പം വരുന്നുണ്ടോ, ചേച്ചിമാർ വരുന്നുണ്ടോ എന്നൊക്കെ. കുറേ കഴിഞ്ഞപ്പോഴേക്കും ആൾക്ക് ദേഷ്യം വരാൻ തുടങ്ങി. പിന്നെ എൻ്റെ കൈയൊക്കെ പിടിച്ച് വലിക്കാൻ തുടങ്ങി കേട്ടോ. കാരണം കുറേ നേരമായി കുഞ്ഞിങ്ങനെ ഒന്ന് നോക്കിയിരിക്കുന്നതേ. ഇങ്ങനെ ഇരിക്കുമ്പോഴാട്ടോ പെട്ടെന്ന് ഇത്രയും ദിവസം ഇങ്ങനെ റൂമിൽ നിന്ന് പുറത്തിറങ്ങാണ്ടിരിക്കുമ്പോഴേ ആൾക്ക് കുറച്ചുകൂടെ ഭയങ്കര ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലിഫ്റ്റിൻ്റെ അടുത്ത് ഏകദേശം 4 ലിഫ്റ്റുണ്ട് കേട്ടോ നമ്മുടെ ഈ ഫ്ലോറിൽ തന്നെ. ആ 4 ലിഫ്റ്റിൻ്റെ ഫ്രണ്ടിൽ വന്നിങ്ങനെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് ആൾക്ക് പെട്ടെന്ന് ഭയങ്കര ലിഫ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആൾക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറണം. അങ്ങനെയാണ് ഇവിടെ അപ്പയും ചേച്ചിമാരും വന്നാൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര സ്റ്റില്ലായിപ്പോയി ആൾ പെട്ടെന്ന് വെച്ചാൽ. കാരണം അപ്പയും മാത്രമാണ് ആ പ്രതീക്ഷിച്ചത്. അപ്പോൾ ചേച്ചിമാരെല്ലാവരും വന്നില്ലേ ആളുടെ ഷേപ്പ് തന്നെ മാറിപ്പോയിട്ടോ. കാരണം അത്രയും ഭയങ്കര ഹാപ്പിയായി. അത്രയും ദിവസം ചിരിയോ കളിയോ ഒന്നും ഉണ്ടായില്ല. ചേച്ചിമാർ വന്നു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ആൾ ഭയങ്കര ഹാപ്പി ആയി വന്നു. ചേച്ചിമാരുടെ അപ്പയുടെയും കൂടെ സ്റ്റെപ്പ് ഇറങ്ങി നടക്കുന്ന ആളുടെ ഫേസ് കണ്ടോ. അപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയായ. അത് കഴിഞ്ഞ് അപ്പോൾ നമ്മളെ കുഞ്ഞുവാവനെ അപ്പുറത്തെ കുഞ്ഞുവാവനെ നോക്കിയിരിക്കുക കേട്ടോ. ഞാനാണെന്നുണ്ടെങ്കിൽ നെബിലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺ ചെയ്ത് വെച്ചിട്ട് അതിനെ വിളിക്കുകയാണ്. ആൾക്ക് നെബിലൈസേഷൻ ആയിട്ടൊക്കെ ഭയങ്കര മടിയാട്ടോ. ഓൾമോസ്റ്റ് എല്ലാ കുഞ്ഞുങ്ങൾക്കും ഭയങ്കര മടിയായിരിക്കും. ഇതത്ര ഇഷ്ടമുള്ള കാര്യമായിരിക്കില്ല. പിന്നെ ഇവനെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണൊന്നും കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇരിക്കില്ല. മറ്റു കുട്ടികളൊക്കെ ഫോൺ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇരിക്കും. ഇവനങ്ങനെ ഇരിക്കില്ല കേട്ടോ. അപ്പുറത്തെ കട്ടിലുള്ള ബേബീനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കുറേ നേരമായിട്ട് ഞാൻ ഈ നെബിലൈസേഷൻ കൊണ്ട് നടക്കുകയാണ് കേട്ടോ. ആളപ്പോൾ പല രീതിയിലും ഞാൻ വിളിച്ചു നോക്കി, പക്ഷെ വന്നില്ല. ആളെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് കാണിച്ചൊക്കെ നോക്കിയിട്ടൊന്നും വരുന്നില്ല. ആൾ നേരെ വിട്ടടിച്ച് പോവുകയാണ്. എപ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കും. പക്ഷെ ഇപ്പോൾ ഇത്രയും ദിവസം ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് ഞാൻ സ്ലീപ്പ് ചെയ്യുന്ന ടൈമിലാണ് മാത്രമാണ് ഈ നെബിലൈസേഷൻ കൊടുത്തുകൊണ്ടിരുന്നത്. എന്നിട്ടിപ്പം ആൾ ഇപ്പം എഴുന്നേറ്റിരിക്കുന്ന സമയമായതുകൊണ്ട് ഒരു രക്ഷയുണ്ടായില്ല കേട്ടോ. ഈ നെബിലൈസേഷൻ കൊടുക്കാനായിട്ട് കുറച്ച് നേരമൊക്കെ അവിടെ വന്നിങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞ് ആൾ നേരെ വിട്ടടിച്ച് കൊണ്ട് നേരെ ഓടിപ്പോകും. കാരണം ആളെ ഷൂ ഒക്കെ ഇട്ട് റെഡിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ വരുമല്ലോ, അപ്പോൾ ഒന്ന് കൊണ്ടുപോകും. ഇപ്പോൾ ഡിസ്ചാർജ് വന്നിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഡിസ്ചാർജ് വന്നതിലും ഡോക്ടർ വന്നിട്ടുണ്ടായില്ല, വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 4 ദിവസത്തെ ഹോസ്പിറ്റൽ വാസം കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവുകയാണ്. ആൾ ഭയങ്കര ഹാപ്പി ആട്ടോ. അപ്പോൾ അപ്പുറത്ത് ഞാൻ വലിയ ചേച്ചി കഴിക്കാൻ അപ്പം കൊണ്ടുവന്ന് കൊടുക്കാം കേട്ടോ. ആ ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയായിരുന്നു. കുറച്ച് ദിവസമായിട്ട് മടി തന്നെയായിരുന്നു കേട്ടോ. വളരെ കുറച്ച് മാത്രമേ ലൈറ്റായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഫീഡിങ് ഉള്ളതുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒബ്വിയസ്ലി കുട്ടികൾ ഈ കഫക്കെട്ട് വരുമ്പോൾ എന്തായാലും ഭക്ഷണം കഴിക്കലൊക്കെ കുറയുമല്ലോ. അവർക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ പോലും അവർ വേണ്ടെന്ന് വയ്ക്കും. അതുകൊണ്ട് പിന്നെ നമ്മൾ അതത്ര വലിയ കാര്യമാക്കില്ല. അതത്ര വലിയ സീരിയസ് ആക്കേണ്ട ആവശ്യമില്ല. ഇനി കഫക്കെട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയൊരു വീസിങ് വരുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ വീസിങ് വരുമ്പോഴാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു സാധ്യതയുള്ളത്. അപ്പോൾ നമുക്ക് ആൻറ്റിബയോട്ടിക്കും ഈ നെബിലൈസേഷനൊക്കെ നമ്മൾ അടുപ്പിച്ച് ഒരു ഹാഫ് ആൻ അവറൊക്കെ വിട്ടിട്ട് നെബിലൈസേഷനൊക്കെ കൊടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് ഒരു കഫമൊക്കെ ചെസ്റ്റിന് ഇളകുന്നത്. അപ്പോൾ ഞങ്ങൾ ഡിസ്ചാർജ് ഒക്കെ കഴിഞ്ഞാൽ വീട്ടിൽ പോകും.